ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് TDS ആണ്. എന്താണ് TDS? TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ടാക്സ് പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ അതിനൊരു ടാക്സ് എടുക്കും. ആ ടാക്സ് എമൗണ്ട് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുകയുള്ളൂ. അതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. ആ ഡെപ്പോസിറ്റിൽ നിങ്ങൾക്ക് ടാക്സിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ 50,000 മേലെ വന്നാൽ മാത്രമേ TDS പിടിക്കുകയുള്ളൂ. നിങ്ങൾ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ഇൻകമ്മിൽ കാണിച്ചിട്ട് കിട്ടാവുന്ന റിഡക്ഷൻസ് കുറച്ച് ബാക്കിയുള്ള ടാക്സ് പേ ചെയ്താൽ മതി. പക്ഷേ ഇവിടുത്തെ ചിന്താവിഷയം അതല്ല. ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് പലിശ വരുമ്പോൾ 50,000 രൂപ വരെ നിങ്ങൾക്ക് പലിശയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് അവർ TDS പിടിക്കുന്നതല്ല. ഇപ്പോൾ 60,000 ആണ് നിങ്ങൾക്കൊരു പലിശ വരുന്നതെങ്കിൽ ആ 60,000-ന് 10% അവർ ടാക്സ് പിടിക്കും. അത് നിങ്ങൾ ടാക്സബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് തിരിച്ച് മേടിക്കാം. അതായത് TDS എന്ന് പറയുന്നതിൻ്റെ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. നിങ്ങളിപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റിൽ 50,000 രൂപ വരെ നിങ്ങൾക്ക് പലിശ കിട്ടുവാണെങ്കിൽ നിങ്ങളത് ടാക്സ് കൊടുക്കണ്ട. അതിൻ്റെ മുകളിൽ വരുവാണെങ്കിൽ ആ ഫുൾ എമൗണ്ട് അവർ ടാക്സ് എടുക്കും. അപ്പോൾ ഒരു കോർ ബാങ്കിങ് ഉള്ള ബാങ്കിലും കോർ ബാങ്കിങ് ഇല്ലാത്തൊരു ബാങ്കിലും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഒരു കോർ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ കോർ ബാങ്കുള്ളൊരു ബാങ്കിൽ നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ പോയാലും നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാം. ആ ഒരു കസ്റ്റമർ ID ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആ കസ്റ്റമർ ID യിൽ നിങ്ങൾ എന്ത് പൈസ അടച്ചാലും എത്ര ഡെപ്പോസിറ്റ് ചെയ്താലും അത് ടോട്ടലായിട്ട് അവർക്ക് കാണാൻ പറ്റും. അതനുസരിച്ചായിരിക്കും അവർ ടാക്സ് കണക്കാക്കുന്നത്. അതായത് നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഒരു കാനറ ബാങ്കിൽ കോർ ബാങ്കുള്ള ബാങ്കാണ് കാനറ ബാങ്ക്. നിങ്ങൾക്കിപ്പോൾ എറണാകുളം, മൂവാറ്റുപുഴ, കോതമംഗലം അങ്ങനെ 3 ബ്രാഞ്ചുകളിൽ അല്ലെങ്കിൽ എറണാകുളത്ത് തന്നെയുള്ള 3 ബ്രാഞ്ചുകളിലായിട്ട് ഈ പറയുന്ന പോലെ 5 ലക്ഷം ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് 10% പലിശയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ 3 ബ്രാഞ്ചിലും സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് TDS വരുന്നില്ല. കാരണം 50,000 രൂപയാണ് നിങ്ങൾക്ക് ഒരു കൊല്ലം കിട്ടുന്ന പലിശ. 3 ബ്രാഞ്ചിലും 50. അത് കോർ ബാങ്കിങ് ആയതുകൊണ്ട് ഈ 3 ബ്രാഞ്ചിലെയും ഡെപ്പോസിറ്റ് നിങ്ങളുടെ ഒറ്റ ഡെപ്പോസിറ്റായിട്ട് കണക്കാക്കിയിട്ട് അതിന് ടോട്ടൽ ഇൻട്രസ്റ്റ് 1,50,000 കണക്കാക്കിയിട്ട് അതിൻ്റെ 10% 15,000 രൂപ നിങ്ങൾ ടാക്സ് അവർ പിടിക്കും. ഇതേ എക്സാമ്പിൾ ഒരു കോർ ബാങ്കിങ് ഇല്ലാത്തൊരു ബാങ്കിൽ പോവാണ്. കോർ ബാങ്ക് ഇല്ല, അവർക്കിപ്പോൾ 3 ബ്രാഞ്ചിൽ പോയാൽ 3 ബ്രാഞ്ച് സെപ്പറേറ്റ് കാണുള്ളൂ. അവർ 50,000 വരുമ്പോൾ അവർ 3ലും ടാക്സ് പിടിക്കില്ല. അപ്പോൾ ഒരു കോർ ബാങ്കിങ് അല്ലാത്ത ഒരു ബാങ്കിലാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് കിടക്കുന്നതെങ്കിൽ ഈ 15 ലക്ഷം രൂപയ്ക്കും നിങ്ങൾക്ക് ടാക്സ് അവർ ഡിഡക്റ്റ് ചെയ്യില്ല. കോർ ബാങ്കിങ് ഉള്ള 15 ലക്ഷത്തിന് നിങ്ങൾക്ക് 1,50,000 രൂപ പലിശ കിട്ടുമ്പോൾ 15,000 രൂപ അവർ ടാക്സ് പിടിക്കുന്നതായിരിക്കും. ഇത് ജനറൽ കാറ്റഗറിക്കാണ് 50,000 രൂപ വരെ ടാക്സ് ഇല്ലാത്ത വരുമാനം കണക്കാക്കുള്ളൂ. ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അയാൾക്ക് 1 ലക്ഷം രൂപ വരെ TDS പിടിക്കില്ല. 1 ലക്ഷത്തിന് മേലെ വന്നാലാണ് ടാക്സ് പിടിക്കുന്നത്. അപ്പോൾ ഇതേ എക്സാമ്പിൾ അവിടെയും ബാധകമാണ്. കോർ ബാങ്കിങ് ഉള്ള ആൾക്കും ഈ പറഞ്ഞ പോലെ 3 ബ്രാഞ്ചോട് കൂട്ടി ടോട്ടൽ ഇൻട്രസ്റ്റിൻ്റെ 10% എടുക്കും. കോർ ബാങ്കിങ് അല്ലാത്തടത്ത് ഇൻഡിവിജ്വലായിട്ട് കണക്കാക്കുമ്പോൾ 1 ലക്ഷം ആണെങ്കിലും അവർക്ക് ടാക്സ് പിടിക്കുന്നതല്ല. ഇതാണ് TDS എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ TDS പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കോർ ബാങ്ക് ഉള്ളതും കോർ ബാങ്ക് ഇല്ലാത്ത സ്ഥലത്തും എങ്ങനെയാണ് മനസ്സിലായി. എങ്ങനെയാണ് നിങ്ങളുടെ ടോട്ടൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് ക്ലബ്ബ് ചെയ്ത് ടാക്സ് പിടിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ ടാക്സ് പിടിക്കാണ്ടിരിക്കണം. സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഈ കോർ ബാങ്ക് ഉള്ള സ്ഥലത്ത് 3 സ്ഥലത്തും കൂടെ നിങ്ങൾക്കൊരു 1.5 ലക്ഷം രൂപ പലിശ വന്നു, അവർ 15,000 പിടിക്കും. ഇത് പിടിക്കാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 15G എന്നൊരു ഫോമുണ്ട്. ആ ഫോം ഫില്ലപ്പ് ചെയ്ത് നിങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അവർ നിങ്ങളിൽ ടാക്സ് പിടിക്കുന്നതല്ല. പിന്നെ നിങ്ങൾ ടാക്സബിൾ ഇൻകം ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇത് കാണിച്ചിട്ട് കിട്ടാവുന്ന എക്സംഷൻ മേടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ TDS എന്നുള്ളത് 15G സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാധകമല്ല. സീനിയർ സിറ്റിസൺസിൻ്റെ കാര്യത്തിൽ 15H എന്നൊരു ഫോമുണ്ട്. അത് സബ്മിറ്റ് ചെയ്താൽ അവർക്കും ഇതിൽ നിന്ന് ഒഴിവാക്കി കിട്ടും. ഇനി ഇതേ സമയത്ത് TDS പിടിക്കുകയാണ് സപ്പോസ് നിങ്ങൾ TDS പിടിക്കുകയാണെന്ന് വെച്ചോ. TDS പിടിക്കുമ്പോൾ നിങ്ങളൊരു പാൻ കാർഡ് ഹോൾഡർ ആണെങ്കിൽ 10% ടാക്സേ പിടിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലാത്തൊരാളാണെങ്കിൽ ഡബിളാണ്, 20% ടാക്സ് TDS ആയിട്ട് പിടിക്കും. അപ്പോൾ കഴിയുന്നതും പാൻ കാർഡ് നിങ്ങളുടെ ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യിക്കുക. അല്ലെങ്കിൽ TDS പിടിക്കേണ്ടി വരുന്ന സാഹചര്യം വരുന്നുവെങ്കിൽ നിങ്ങൾ 15G കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാൻ കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ 20% ടാക്സ് ബാങ്ക് TDS കട്ട് ചെയ്യും. അപ്പോൾ
ഇതാണ് ഇന്നത്തെ TDS സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.